ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? ഞാൻ ഞാനൊരു യൂട്യൂബ് തുടങ്ങാനുള്ള പ്ലാനിലാണ്. ലൈക്ക് കുറേ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കുറച്ച് റീച്ചൊക്കെ കിട്ടി. എന്നിട്ട് എന്താണ് ഒരു വണ്ടി എടുക്കണം എന്നൊക്കെയുള്ളൊരു പ്ലാനിലാണ് ഞാനിപ്പോൾ. എന്താണ് ഞാനിപ്പോൾ എറണാകുളത്താണുള്ളത്. ഞാൻ യൂബർ ഓടിക്കുന്നതാണ്. ഞാൻ യൂബർ ഓടിക്കുന്ന ഡ്രൈവറാണ്. അപ്പം ഞാനിപ്പോൾ യൂബർ ഓടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം ഒരു എത്ര മണിയായി? ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ ഞാൻ ഇങ്ങനെ സൈഡിൽ നിർത്തിയിട്ടിട്ട് ഞാൻ ഒരു ചാനൽ തുടങ്ങിയാൽ ഇങ്ങനെ പ്ലാൻ ചെയ്തതാണ്. മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് റവന്യൂ എന്ന് പറയുന്നൊരു സംഭവം തന്നെയാണ്. റവന്യൂ കിട്ടിയാലേ നമുക്ക് ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് റവന്യൂ പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ ഈ ചാനൽ അങ്ങോട്ട് ബ്രിങ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ യൂബറിൽ ഇപ്പം ഞാൻ എൻ്റെ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല ഇതിനകത്ത് ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ്. യൂബർ ഓടിക്കഴിഞ്ഞാൽ എറണാകുളത്ത് യൂബർ ഓടിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടില്ല. എറണാകുളത്ത് ഞാൻ വന്ന ടൈമിൽ ആദ്യത്തെ 2-3 മാസം നല്ല ഓട്ടവും കാര്യങ്ങളുമായിരുന്നു. അതിന് സീസണിൻ്റെ ഇതാണോ സീസണിൻ്റെ ടൈമാണോന്നൊന്നും അറിയില്ല. പക്ഷെ നല്ല നല്ല പുള്ളിങ് ആയിരുന്നു. ഓട്ടം നല്ല രീതിയിലുണ്ടായിരുന്നു. നമുക്ക് ഫുഡ് കഴിക്കാൻ പോലും ടൈം കിട്ടാത്ത രീതിയിൽ ഓട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ ഇതൊരു 3 മാസം കഴിഞ്ഞപ്പോൾ കുറച്ച് ചവിട്ടി. അപ്പോൾ നമ്മൾ ദിവസം ഒരു 3,500 റുപ്യക്ക് ഓടിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ മൂന്നാമത്തെ മാസം കഴിയുന്നതൊട്ട് 2,000-ലേക്ക് കുറയും. ഓട്ടം തീരെ പറ്റേ കുറവാണ്. 2,000-ലേക്ക് കുറഞ്ഞിട്ട് ഇത് നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ 1,000 രൂപയ്ക്ക് പോലും ഓടാൻ പറ്റാത്ത ദിവസമുണ്ട് യൂബറിൽ. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫോണിലാണ് എടുക്കുന്നത് ഈ വീഡിയോ. അപ്പോൾ അതിൻ്റേതായ ഇതൊക്കെ കാണാം. നമ്മൾ എഡിറ്റ് ചെയ്യണ സംഭവമില്ല. അപ്പോൾ എഡിറ്റ് ചെയ്യാതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം എന്താണെന്ന് വിചാരിച്ചാൽ, എറണാകുളത്ത് ഇപ്പം യൂബർ ഓടാൻ വരുന്നവരാണേലും ഇപ്പം യൂബർ ഓടിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഇവർ ആദ്യം ഒരു 3 മാസം നല്ല രീതിയിൽ ഓട്ടം തരും. എന്നിട്ട് ചവിട്ടണാണെന്നറിയില്ല, അല്ലെ സീസണിൻ്റെ ടൈം ആണെന്നറിയില്ല എനിക്ക്. ഞാൻ ഇപ്പം വന്നിട്ട് 3 മാസമായുള്ളൂ. അതിന് ഇനി വർഷങ്ങൾ അങ്ങനല്ല. ഇപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഓട്ടം കുറവാണ്. അപ്പോൾ ഓട്ടം കുറവുള്ള ടൈമിൽ എന്താണ്, നമുക്ക് വേറെ ഒന്നുമില്ല. ഇപ്പം യൂബർ മാത്രം ആശ്രയിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഓട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ ഇതാണ് ഭ്രാന്ത് പിടിക്കലല്ല, മെയിനായിട്ട് വെറുതെ ഇരിക്കേണ്ടി വരും. വണ്ടി നമ്മൾ സി എൻ ജി ആണ് വണ്ടിയെ. അപ്പോൾ വണ്ടി CNG അടിച്ച് അങ്ങനെ കുറേ ഇതുണ്ട്. CNG കുറേ പോകും. CNG പോകുന്നതിൻ്റെ പോട്ടെന്ന് വെക്കാം, നമ്മൾ വെറുതെ ഇരിക്കണ്ടേ? അത്രയും ടൈം നമ്മുടെ വെറുതെ പോലെ. ഇപ്പം ഇവിടെ വർക്ക് ചെയ്യുന്ന മലപ്പുറത്തു നിന്നൊക്കെ എത്ര പേരാണെന്നറിയാം. പിള്ളേർ സെറ്റ് തന്നെ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ ആ യൂബറിൽ ആദ്യം വരുമ്പോഴല്ലേ ഇവർ റേറ്റ് ചെയ്യും. കുറേ ഇതൊക്കെ വെച്ച് ഇവർ റേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ റേറ്റിങ്ങിൽ നമുക്ക് നല്ലത് കിട്ടണം. ഏകദേശം നമുക്കൊരു 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ എല്ലാവരും തന്നാലേ നമുക്ക് മെച്ചമുള്ളൂ. അല്ലേ പിന്നെ നമുക്ക് റേറ്റിംഗ് കുറവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് കുറേ കഴിയുമ്പോൾ നമുക്ക് ഓട്ടം കുറയാൻ തുടങ്ങും. കാരണം ഒരു 500 റേറ്റിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവരാണെങ്കിൽ എന്താണ് നമ്മുടെ റേറ്റിംഗ് ഒക്കെ അനലൈസ് ചെയ്യും. നമ്മുടെ എന്തൊക്കെയാണ് നമ്മൾ ട്രാഫിക്കിൽ കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫാസ്റ്റായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ സഡൻ ബ്രേക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ സീനൊക്കെ ഉണ്ട്. അതായത് ചിലർക്ക് അതൊന്നും അങ്ങോട്ട് പറ്റൂല. നമ്മളിപ്പം ടെയിൽ എൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ഈ വണ്ടിയുടെ പുറകിൽ ഏകദേശം ഒരു 3 സെക്കൻഡ് സ്പേസ് വിടൂലേ, അതാണ് 3 സെക്കൻഡ് സ്പേസ് വിടും. പെട്ടെന്ന് ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ബാക്കിൽ കുത്തേണ്ടി വരൂലേ. ഇടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് ചവിട്ടുന്നതാണ്. പക്ഷേ അതെന്താണ്, അത് ടെയിൽ എൻഡിങ് ആണ്. അതൊക്കെ എന്താണ്, അത് വയലേഷൻ ആണോ ട്രാഫിക്കിൽ? അത് ഏകദേശം ഒരു ഇതാണ്. നമ്മൾ കുറേ ഗ്യാപ്പ് വിടണമെന്നാണ് ഏകദേശം നമ്മൾ പുറകിൽ പോകുന്ന വണ്ടിയുടെ. അങ്ങനെ പെട്ടെന്ന് ചവിട്ടി പെട്ടെന്ന് എടുക്കുക. അങ്ങനത്തെ റേറ്റിംഗ് എനിക്ക് അങ്ങനത്തെ റേറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്.
ഫാസ്റ്റ് ഡ്രൈവിംഗ് അല്ല, നമ്മുടെ ഈ സിറ്റിയിൽ എന്താണ്. അപ്പോൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ ചിലർക്ക് അങ്ങനെ പോകാൻ പറ്റുക. ചിലർക്ക് അല്ല ഈ പ്രഗ്നൻറ്റ് ലേഡിയങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് ഹമ്പൊക്കെ സൂക്ഷിച്ചെടുക്കാം. ആ ടൈമിൽ ഞാൻ വളരെ സൂക്ഷിച്ചാണ് വണ്ടി ഓടിക്കണത്. എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പം നമ്മുടെ റോഡല്ലേ, നമുക്കറിയാൻ പറ്റുമല്ലോ. നമ്മുടെ റോഡ് നമ്മുടെ സർക്കാർ നമ്മുടെ റോഡൊക്കെ ആണല്ലോ. ഇത് എപ്പോഴാ കുഴി വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് നല്ല പോലെ ഇരിക്കുന്ന നാളെ പൊളിഞ്ഞ് തകർന്നിരിക്കുന്ന റോഡായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ നോക്കി ഓടിക്കുക. ഞാൻ യൂബറാണ് എറണാകുളത്ത് നിന്ന് ഓടുന്നത്. അപ്പം അതെങ്ങനെയുണ്ടെന്ന് അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. വേറെ ഒന്നുമില്ല, ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അന്ന് റീച്ചാണെന്നില്ല, എനിക്ക് അത്യാവശ്യം റവന്യൂ അത്യാവശ്യം വേണമെന്നുള്ളൊരു മൈൻഡ് വിചാരിച്ചാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്നത്. ഞാനിപ്പോൾ നൈറ്റാണ് ഓടാൻ ഇറങ്ങുന്നത്. ഞാൻ നേരത്തെ ഓടിക്കൊണ്ടിരുന്ന വണ്ടി അതിപ്പം വർക്ക്ഷോപ്പിൽ കയറ്റിയിരിക്കുകയാണ്. അത് ഞാൻ പാർക്ക് ചെയ്തിരുന്നത്. അപ്പം ഏതോ ഒരാൾ റിവേഴ്സ് അടിച്ചാണ്. അപ്പോൾ വണ്ടിയുടെ സൈഡിൽ തട്ടിയിട്ടേ അത് കുറച്ച് സീനായിട്ടുണ്ട്. അപ്പം അതിൻ്റെ എന്തൊക്കെയോ മാറ്റേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പണിക്ക് കയറ്റിയേക്കാണ്. അതിന് തിങ്കളാഴ്ച കിടത്തുള്ളൂ. ഇന്ന് വെള്ളിയാഴ്ച. അപ്പം ഇനി ശനി ഞായർ തിങ്കളാഴ്ച അത് കിട്ടത്തുള്ളൂ. ഇത് ഡിസംബർ മാസം. അപ്പം ആ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ആ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാവിലെ ഇറങ്ങത്തുള്ളൂ. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് ആ സെയിം വണ്ടി തന്നെ, ഓൾട്ടോ തന്നെയാണ്. അപ്പം ഈ വണ്ടി വേറൊരു മച്ചനും ഓടുന്നതാണ്, രാവിലെ ഓടുന്നതാണ്. അപ്പോൾ മച്ചൻ ഓടിക്കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തിട്ട് വരുന്നത്. അപ്പോൾ ആ വണ്ടി കിട്ടിക്കഴിഞ്ഞാലേ എനിക്ക് രാവിലെ ഇറങ്ങി ഓടാൻ പറ്റുള്ളൂ. ഇതിപ്പം മച്ചാൻ ഓടിക്കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങണതാണ്. എന്തോന്ന് ആ വണ്ടി പണിക്ക് കയറ്റേണ്ട ആ ഒരു ടൈമിൽ. ഇനി 2 ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ ഓടിയെങ്കിൽ ഞാനൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട് യൂബറിൽ. അത്യാവശ്യം നൈസ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ലെവലിൽ റീച്ച് ആവണം. അതുവരെ ദിവസം ടാർഗറ്റില്ല, ഒരു മാസത്തെ ടാർഗറ്റാണ് ഞാൻ വെച്ചേക്കുന്നത്. ഒരു ദിവസമൊക്കെ ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. ഒരു മാസം ഒരു ടാർഗറ്റ് വെച്ചിട്ട് അതിൻ്റെ പുറകിൽ ഓടുക, അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഏകദേശം ആദ്യത്തെ 3 മാസം ടാർഗറ്റൊക്കെ അച്ചീവ് അടിപൊളിയായിരുന്നു. അത്രയും അച്ചീവ് ആയില്ലെങ്കിലും ഏകദേശമൊക്കെ സീനില്ലാതെ പോയി. പക്ഷേ പിന്നെ അങ്ങോട്ട് ഓട്ടം ചവിട്ടലായിരുന്നു. യൂബറുകാരുടെ ഇതാണോ അവരുടെ സ്കീമാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഓട്ടം നല്ല രീതിയിൽ ചവിട്ടുന്നതായിരുന്നു. പിന്നെന്താണ് എനിക്കിത് ഓട്ടം വന്നു അതിന് നോക്കണം. എന്താണ് ഇതിൽ എഡിറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇതാക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇതിനകത്ത് മെയിനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ഈ ഒരു മൈൻഡിലാണ് വന്നത്. വേറെ ഒന്നുമില്ല. അപ്പം ഗൈസ്, നാളെ വണ്ടി ഇറങ്ങിയിട്ട് കാണാമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ഇടയ്ക്കും വരാം. വണ്ടി ഇറങ്ങിയത് ഇനി 2 ദിവസം എടുക്കും. 2 ദിവസം എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഈ വണ്ടി ഇങ്ങോട്ട് രാത്രി വേണ്ടേ, ഓട്ടം കുറവായിരിക്കും. ഓട്ടം ഇങ്ങോട്ട് കിട്ടുന്നില്ല. എല്ലാം 100, 120, 102 ആ റേഞ്ചാണ്. 200 സംതിങ്ങിൻ്റെ ഒക്കെ കിട്ടിയാണെങ്കിൽ 13-14 കിലോമീറ്ററാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ബൈ ഗൈസ്, ഇനിയും വരുന്നവരേക്കും ഷോർട്ട് ബ്രേക്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അടുത്ത വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ശരി ഗൈസ്.